വികസിത് ഭാരത് ജി റാംജി ബിൽ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി റദ്ദു ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതാണ് വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ. ചുരുക്കി പറഞ്ഞാൽ വികസിത് ഭാരത് ജി റാംജി ബിൽ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് പക്ഷേ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. ഗാന്ധിജിയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കി അവതരിപ്പിച്ച ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത്. മഹാത്മജിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ പദ്ധതിയിൽ റാം എന്ന പേര് വരുന്നതുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് എന്നാണ് BJPയുടെ ന്യായീകരണം. രാമരാജ്യമാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് എന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വാദിക്കുന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ തൊഴിലുറപ്പ് ബില്ലാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ ബില്ലിൻ്റെ ഘടനയിൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊന്നും ചർച്ച പോകാതെ ഇതിൻ്റെ പേരിൽ തട്ടി നിൽക്കുന്ന ഈ ചർച്ച ഗുണം ചെയ്യും എന്നാണോ കുഞ്ഞഹമ്മദ് കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കാര്യം ചർച്ചക്കെടുത്തതിൽ ഞാൻ പൊതുവേദിയിലെ അവതാരകന്മാർ ആദ്യമായിട്ട് അഭിനന്ദിക്കുക. കാരണം ആ ഉപജീവനത്തിനായി വീട്ടിൽ ഇറങ്ങുന്ന സ്ത്രീകളെ ഒരു നിവൃത്തിയില്ലാണ്ട് പാടങ്ങളിലേക്ക് പോയിട്ട് കിട്ടുന്ന പൈസയായി തൊഴിലുറപ്പ് 313 ഉറുപ്പ്യ. ഇത് 1600 കോടി ഉറുപ്പ്യ സംസ്ഥാന ഗവൺമെന്റ് തലയിൽ കെട്ടിവെക്കേണ്ട പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്. അതുമല്ല, മഹാനായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഗാന്ധിജിയുടെ പേര് മാറ്റിയിട്ട് തൊഴിലുറപ്പ് കേരളത്തിൽ വേണമെന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് സാർ. പക്ഷേ ഒരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, അതായത് 2005 തൊഴിലുറപ്പ് പദ്ധതി വന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ 22 പതിറ്റാണ്ട് പിന്നിട്ടു. അപ്പൊ ഇതിൽ പുതിയ ഘടനാപരമായ മാറ്റങ്ങൾ വരേണ്ടേ എന്നവർ വാദിക്കുന്നു. അവർ ഓരോ ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങ് കണ്ടില്ലേ, 14 സിനിമ കട്ട് 7 എണ്ണം കട്ട് ചെയ്ത് 6 എണ്ണാക്കി മാറ്റി ഇന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുക. കേരളം എല്ലാത്തിനും കടുംപെട്ട് വെട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യയെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുക ഈ ഗവൺമെന്റ്. എന്തെന്നാ ചിന്തിക്കേണ്ടത്? ജനങ്ങളാകെ ചിന്തിക്കേണ്ട സമയമായിരിക്കുക. ഇത്തിരിയേറൊക്കെ പറയാണ്, ബാക്കി നമുക്ക് പിന്നെ പറയാ. സാങ്കേതിക സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖം. അതായത് കുഞ്ഞാമുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അവിടെ ആരാ ജയിച്ചത് ശ്രീ കുഞ്ഞാമത്? അങ്ങയുടെ ഇവിടെ ഇടതുപക്ഷം ജയിച്ചിരിക്കും. പക്ഷേ പഞ്ചായത്തിലെ 7 സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കും. ആണോ? കുഞ്ഞാമതൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നില്ല ഇത്തവണ? 22 ആളെ കൊണ്ട് ഓപ്പോട്ട് ചെയ്യിച്ചിരിക്കും സജീവനെ. പക്ഷേ ചെറിയ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. കരുത്ത ആദ്യം ഞങ്ങൾ വീണ്ടും രംഗത്തിറങ്ങും, വീണ്ടും വിജയിക്കുകയും ചെയ്യും. ശരി, ഓക്കെ, സന്തോഷം. അപ്പോൾ ഗൗതം എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. ഗൗതം, ഇന്നലെ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊക്കെയുള്ളൊരു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഏതായാലും ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഗൗതമിന്റെ നാട്ടിൽ ആര് ജയിച്ചു ഗൗതം? എനിക്ക് നിരാശയുണ്ട്. UDF ആണ് ജയിച്ചത്. ശരി, ഏതായാലും ഇനിയിപ്പോ ജയിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എല്ലാവരുടെയും നന്മയ്ക്ക് അവർ കൂട്ടായി പ്രയത്നിക്കട്ടെ അല്ലേ? അങ്ങനെ കരുതാം. അതെ, തീർച്ചയായും. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിപ്പോൾ പുതിയൊരു വലിയ തർക്കം രാജ്യത്ത് വരികയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീമിൻ്റെ ഭാഗമായി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നു. അത് 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. അതിപ്പോൾ 60-40 എന്ന നിലയിൽ വരും. ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 90-10 എന്ന നിലയിലൊക്കെ അതിൻ്റെ ഷെയറിംഗ് ഉണ്ടാകും. അപ്പോൾ ഇത് പുതിയ പദ്ധതി വരേണ്ടതല്ലേ? അതിൻ്റെ പേരിൽ തട്ടിയുള്ള വിവാദത്തെ ഗൗതം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് പൂർണ്ണമായി സംസ്ഥാന സർക്കാരിലേക്ക് എത്തിക്കാനും നോക്കുന്നതല്ലേ? ഇതിന്റെ പേര് മാറ്റേണ്ട ആവശ്യം എന്തിനാണ്? പിന്നെ ഒരു കാര്യം കൂടി കിരൺ, മനു, ഇത് കുന്നിന്റെ മുകളിൽ പോയാലേ ഇത് പണിയെടുക്കാൻ പറ്റും. ഒരു പ്രശ്നം, കുന്നിന്റെ മുകളിൽ പോയാലേ പണിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ പറയുന്നുണ്ടോ? അല്ല, ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എന്നാലേ പണിയെടുക്കാൻ പറ്റും. അവിടെ കുന്നുകളാ. അപ്പം പേര് മാറ്റുന്നത് ജനങ്ങളെ നിരാശപ്പെടുത്തുമെന്നാണോ പറയുന്നത്? അതോ ഈ പദ്ധതിയിലെ ഘടന മാറ്റുന്നത് നിരാശപ്പെടുത്തുമെന്നാണോ പറയുന്നത്? പേര് മാറ്റരുത്, പേര് ഗാന്ധിജിയുടെ പേരിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇരിക്കണം, തീർച്ചയായും. ലാസ്റ്റ് ഈ പദ്ധതി തന്നെ മാറ്റുന്നതായിരിക്കും കാണുന്നത്. ആണോ? ശരി, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, 100 തൊഴിൽ ഉറപ്പ് ദിനങ്ങളിൽ നിന്ന് 125
തൊഴിലുറപ്പ് ദിനങ്ങളാകുന്നു. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം വരുന്നു. ആധാർ അടിസ്ഥാനമായുള്ള പരിശോധന വരുന്നു. അതുപോലെ ഇതിന് നടുവിൽ ഈ പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ മാറുന്നു. അപ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമാണെന്നാണ് കേന്ദ്രം വാദിക്കുന്നത്. അപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം മനു സാറേ. നമസ്കാരം. എന്നാൽ അതെ, സാധാരണ രീതിയിൽ അതിപ്പോ നടക്കണ മാതിരി നടന്നാൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ മഹാത്മാഗാന്ധിന്റെ പേര് മാറ്റിയിട്ട് മറ്റൊരു പേര് ഇടാൻ പാടില്ല. പിന്നെ അവരെ ശമ്പളം കൂട്ടിക്കൊടുക്കും വേണം. കാരണം അവർക്കും തന്നെ നല്ല പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ നോക്കാനൊക്കെ ആളുണ്ട്. അപ്പൊ അവിടെ കൊത്ത്, ഇവിടെ കൊത്ത്, മറ്റോടത്ത് കൊത്ത് എന്നൊക്കെ പറഞ്ഞ് കൊത്തിച്ചും പണിയെടുക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി എല്ലാ ഗവൺമെന്റും അവിടെ ആയാലും ഇവിടെ ആയാലും പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗാന്ധിന്റെ പേര് ഒരു നിലക്കും മാറ്റരുത്. യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, കേൾക്കാമോ? ഇത് വലിയ വിവാദത്തിലേക്കാണല്ലോ ബാലകൃഷ്ണൻ വടകര പുതിയ ബില്ല് ചെന്നെത്തിക്കുന്നത്. ബില്ല് വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. 2005 ഉള്ള ഒരു പഴയ ബില്ല് കാലാനുസൃതമായി പരിഷ്കരണം വേണം. ഇവിടുത്തെ പട്ടിണി നിലവാരത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുനരാവിഷ്കരിക്കുന്നത് നല്ലതാണ്. 193.67 കോടി കഴിഞ്ഞ വർഷം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൃത്യമായി വികേന്ദ്രീകരണം നടന്നിട്ടില്ല. മിസ്അപ്രോപ്രിയേറ്റഡ് എമൗണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അതായത് അത് തെറ്റായി ഉപയോഗം ചെയ്ത അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താതിരുന്ന പണം 193 കോടിയാണ്. അത് 7.61% ആളുകൾക്ക് മാത്രമേ 100 ദിവസം മുഴുവനും ജോലി കിട്ടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മാറ്റിക്കൊണ്ടൊരു പുതിയ സംവിധാനം, അത് കുറേ കൂടി അതിന് നിരീക്ഷണം, മോണിറ്ററിങ് വർദ്ധിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു. അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഈ ഗാന്ധിജിയുടെ പേര് മാറ്റി അതിൽ റാം എന്ന് കൊണ്ടുവച്ചത് ശരിയായോ എന്നാണ് പലരും ചോദിക്കുന്നത്. സാറ്, ഈ കാര്യത്തില് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷന് പോലും വരെ പ്രചരണമാക്കിയത് നരേന്ദ്രമോദി തൊഴിലുറപ്പിനെ തകർക്കുകയാണ്. അതായത് അദ്ദേഹം ഇത് എടുത്തു കളയാണ്. നമ്മുടെ കേരള സർക്കാർ പ്രമേയം പാസാക്കി, അതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചവർ ഇപ്പൊ 125 തൊഴിൽ ദാതാക്കൾക്ക് 125 ദിവസം കിട്ടുമെന്നായല്ലോ. ഈ പേര് മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, പേര് മാറ്റി ഗാന്ധിജിയുടെ പേര് ആര് മാറ്റിയാലും ഗാന്ധിജി ആരാണ് സാർ? ഗാന്ധി രാഷ്ട്രപിതാവല്ലേ? അപ്പൊ അങ്ങനെ ഒരു അല്പത്തരമൊന്നും സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഗാന്ധിജിയെ മറപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഈ പേരിൽ അതില്ല, പുതിയ പേരിൽ അതില്ലല്ലോ. ആ പേരിൽ എന്തിരിക്കുന്നു സാർ? മഹാത്മാഗാന്ധി ആ പേരിൽ എന്തിരിക്കുന്നു? അതിലൊന്നും ഒരു കാര്യമില്ല. മഹാത്മാഗാന്ധി ഇന്ത്യ എന്നാൽ മഹാത്മാഗാന്ധിയാണ് സാർ. ശരി, അപ്പം അത് മറ്റുള്ളവർ കൂടി അംഗീകരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷാജി പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷാജി, ഗാന്ധിജി നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. അത് എല്ലാ പദ്ധതികളിലും ഇങ്ങനെ പേരായി കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും മോഹൻദാസ് ഗാന്ധിജിയെ അനുസ്മരിക്കുന്ന പേരുകൾ ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ ഇടയിലുണ്ട്. പദ്ധതികൾ കൂടുതൽ കാലാനുസൃതമായി മാറണം എന്ന വാദമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഷാജിക്ക് എന്ത് തോന്നുന്നു? സാറേ, ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവരിപ്പം പിടിച്ചെടുത്തിരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇവരിപ്പം ഇവിടുന്ന് ഒരു MLA പോലും ഇനി പിടിക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാർ മിക്കവാറും ഉടനെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഗാന്ധിജി രാഷ്ട്രപിതാവാ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന്റെ തല മാറ്റിയിട്ടിട്ട് ആരുടെ തല കൊണ്ടുപോകാൻ അവിടെ? അല്ല, പേര് എന്ത് രാഷ്ട്രീയമായി ഇവർ കാണിക്കുന്നേ? ആരോടെ മണ്ടയ്ക്ക് തടിക്കുക കൊണ്ടുവന്ന്? ഒരു കാരണവശാലും ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ CPM കിട്ടിയതുപോലെ ഒരു അടിയായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ജനം ഇത് കണ്ട് വിധി എഴുതുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇവര് തിരുത്തുന്നത് നല്ലതായിരിക്കും. ശരി, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ് ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രദീപ്, ഈ പുതിയ പദ്ധതി നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഗുണകരമാണ്. പ്രത്യേകിച്ച് ഈ റൂറൽ പാതകൾ അല്ലെങ്കിൽ ഗ്രാമീണ പാതകൾ, മാർക്കറ്റുകൾ, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ കുറേ അധികം കൂടി വിഭാവനം ചെയ്യുകയാണ്, കുറേ അധികം കാര്യങ്ങൾ കൂടി വിഭാവനം ചെയ്യുകയാണ് പുതിയ പദ്ധതി. ഡിജിറ്റലൈസ്ഡ് പ്ലാനിംഗ്
ആണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ പണം നൽകുന്നത് പേയ്മെൻറ്റ് ഡിജിറ്റലൈസേഷൻ ആവുകയാണ്. മാത്രമല്ല ഈ തൊഴിലുറപ്പ് അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് മോണിറ്ററിങ് കുറേ കൂടി കാര്യക്ഷമമാക്കുകയാണ്, സുതാര്യമാക്കുകയാണ്. അത് ആളുകൾക്ക് എളുപ്പത്തിൽ നടപ്പാൻ കഴിയുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുകയാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. ഇതൊക്കെ ഈ പേരുമാറ്റത്തിന് ന്യായീകരണമാകുമോ പ്രദീപേ? പേരുമാറ്റത്തിന് ഒരു കാര്യമൊന്നും പണി കിട്ടുന്നുണ്ടോ നോക്കിയാ പോരെ. അതെ. മാത്രമല്ല ഇപ്പൊ ആദ്യം ചോദിച്ചില്ലേ പണി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? പക്ഷെ അത് ഞാൻ ഈ പലരും പറയുന്നത് ഗാന്ധിജിയോട് ഒരു അനാദരവായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്ത് അത് കാലത്തിന് മാറ്റം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഗാന്ധിജിയുടെ പേരങ്ങനെ ആരും മറക്കാൻ കണ്ട എല്ലാ വീട്ടിലും തന്നെ ഉണ്ട് പടം. അതല്ല ഈ പണി എന്നും സ്ഥിരമായിട്ട് കിട്ടണമെന്ന് കറക്റ്റായിട്ട് പൈസ കിട്ടണില്ല. 100 ദിവസത്തെ തൊഴിലൊന്നും കിട്ടണമെന്നില്ല. അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക, അവര് പറഞ്ഞു തരും. ശരി, നമുക്ക് നോക്കാം. തൊഴിലുറപ്പ് ജീവനക്കാരെങ്കിലും വിളിക്കുമോ? അത് അവര് കറക്റ്റായിട്ട് പറയും. കാരണം എനിക്ക് ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ലേഡീസ് ഉണ്ട്. പൈസ പോലും കിട്ടൂല. മാത്രമല്ല 100 ദിവസം തൊഴിൽ മിക്ക പ്രാവശ്യം കിട്ടാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കോൺഗ്രസ്സുകാർ എവിടെ ചുമ്മാ വാചകം അടിക്കുമ്പോ നോണയം പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേ അതിന്റെ ഇറങ്ങാൻ. ഇപ്പൊ തന്നെ അവര് കേരള നടത്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ താഴെപ്പോട്ട് നടത്തിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു കേരളത്തിൽ ആലോചിച്ചോണ്ടിരിക്കും മനസ്സിൽ പല പ്രശ്നം ഉണ്ടാക്കേണ്ടിരിക്കുക. അമ്പലങ്ങളിലൊക്കെ ഒന്നും പ്ലേറ്റ് വെക്കാൻ പറ്റില്ല രാവിലെ, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ടിരിക്കുക. ശരി, അപ്പം എന്നോടൊപ്പം രാജൻ കൂടി ചേരുന്നുണ്ട് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ, അപ്പോൾ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ഉന്നയിച്ച കണ്ടില്ലേ, പണം കൃത്യമായി കിട്ടുന്നില്ല. മറ്റത് കുറേ കൂടി ആഴ്ചയിൽ ഒരിക്കൽ പണം കിട്ടുന്നൊരു സംവിധാനത്തിലേക്ക് വരും. ഡിജിറ്റൽ പേയ്മെൻറ്റാണ്, ആളുകൾക്ക് തട്ടിയെടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ നടുവിൽ ഈ പണം തട്ടിയെടുത്തത് 193 കോടി രൂപയാണ് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ ഇത് 7.1% ആളുകൾക്ക് ഇതിൻ്റെ പൂർണ്ണ ഗുണഭോക്താക്കളായുള്ളൂ. അതിനൊക്കെ മാറ്റം വരിക എന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ ശ്രീ രാജൻ എങ്ങനെ കാണുന്നു? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഈ എല്ലാത്തിനും ഒരു മാറ്റം വേണം. ഇതിപ്പോ ഇത് പഴയ ഒരു സിസ്റ്റം, അത് ഇപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് വെട്ടിക്കാനൊക്കെ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണ്ടുവച്ച് അതനുസരിച്ച് വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് മാറണം. ഇതിപ്പം ഡിജിറ്റലൈസേഷൻ ആയി കഴിയുമ്പം ഡയറക്റ്റ് അവർക്ക് പണം കിട്ടും. ഇത് പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ ഒത്തിരി മാസങ്ങൾ കഴിഞ്ഞൊക്കെയാ കിട്ടുന്നത്. എല്ലാത്തിനും കിട്ടത്തില്ല. ചിലർക്ക് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനൊക്കെ പല കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ജാഥയ്ക്കും പ്രകടനത്തിനും പൊതുയോഗങ്ങൾക്കും ഒക്കെ വിളിച്ചുകൊണ്ട് പോകും. അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ? അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് കുറെ വേറെ രാഷ്ട്രീയമുണ്ട്. ഗാന്ധിജിയെ എടുത്ത് കളഞ്ഞിട്ട് രാമനെ വെച്ച് കഴിയുമ്പം ഗാന്ധിജിയെ എടുത്ത് കളഞ്ഞെന്ന് ഇവര് പറയും. രാമന്റെ പേര് കൊണ്ടാണ് ഇവര് വിളം വെക്കുന്നതെന്ന് അവര് പറയുന്നത്. പിന്നെ അല്ലാതെ പിന്നെ നല്ല ഗുണങ്ങളും ഉണ്ട്. 125 ദിവസമാക്കി. പിന്നെ റോഡിന്റെ സൈഡിലൊക്കെ കാടും ചപ്പും ചവറും ഒക്കെ കിടക്കുന്നു. ഇപ്പം അതൊക്കെ ഈ എടുത്ത് മാറ്റുക, അതൊക്കെ വളരെ നല്ല കാര്യമല്ലേ. അപ്പം മാറ്റം ആവശ്യമാണ്. പിന്നെ ഈ പൊളിറ്റിക്സ് അതിപ്പോ നമുക്ക് പറയാനൊക്കത്തില്ല. രണ്ട് പാർട്ടിക്കാരും അവർ നമ്മൾ ഈ പൊളിറ്റിക്സ് കളിക്കുന്ന നമ്മളൊന്നും പറയാൻ ഒക്കത്തില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ വിക്രമൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ വിക്രമൻ, അപ്പോൾ തൊഴിൽ ദിനത്തിൽ ഒരു 25% വർധനവാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ തൊഴിലില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടം ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ പേരിൽ ഒരു ചെറിയ പ്രശ്നവും ഉണ്ട്. അപ്പോൾ വിക്രമൻ ആർക്കൊപ്പം നിൽക്കും? പേരിൻ്റെ ഒപ്പം നിൽക്കുമോ, പദ്ധതിക്കൊപ്പം നിൽക്കുമോ? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഇത് പേരിലല്ല, ഇത് പ്രവർത്തകർ നടത്തുന്ന രീതിയാണ് നമുക്ക് സുതാര്യമാകേണ്ടത്. സുതാര്യം എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്താൽ തൊഴിലിന് പൈസ കിട്ടാൻ താമസിക്കുന്നു. തൊഴിൽ ചെയ്യുന്ന അത്രയും തൊഴിൽ ദിനം ബുക്കിലടിച്ചാൽ തൊഴിലാളിക്ക് അത്രയും ദിവസം പിന്നെ പഞ്ചായത്ത് റെക്കോർഡിൽ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് സുതാര്യമാക്കുകയും ദിവസം 120 ദിവസം 20 ദിവസം കൊണ്ട് കൂട്ടിയത് നല്ല കാര്യം. പക്ഷേ അതിന്റെ അനുസരിച്ച് കൂലിയുടെ വർദ്ധിപ്പിക്കണ്ടേ? ശരി, ഓക്കെ, കൂലിയുടെ വർദ്ധിപ്പിക്കണം. യെസ്, കൃത്യമാണ്. അപ്പോൾ റിയാസ് എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. റിയാസ്, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് റിയാസ് വിളിക്കുന്നത്? സാറേ നമസ്കാരം. എൻ്റെ ആലപ്പുഴ അരൂരിൽ നിന്നാണ്. അരൂർ. അവിടെ എങ്ങനെ റിയാസിന്റെ വാർഡിലൊക്കെ ആര് ജയിച്ചു ഇത്തവണ? നമ്മുടെ വാർഡില് LDF-ഉം UDF-ഉം. LDF ആണ് മേൽക്കൈ, UDF-ഉം എന്നാലും തെറ്റുപറ്റ തന്നെ ഉണ്ട്. BJP. റിയാസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ? ഇല്ല. അത്യാവശ്യം നല്ലൊരു പ്രചരണത്തിലൊക്കെ ഇറങ്ങി. ചെറുതായി ഇറങ്ങി. അപ്പോൾ ഇപ്പം ഈ ഗാന്ധിജിയെ അങ്ങനെ മറക്കുന്നു. വിദേശത്ത് ചെല്ലുമ്പോൾ മോദി ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പൂക്കൾ അർപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പേര് പതുക്കെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതാണ് ഒരു പൊള്ളത്തരം എന്ന് പറഞ്ഞ് പ്രതിപക്ഷം എതിർക്കുന്ന ഈ പദ്ധതി. റിയാസ് ഇതിനെ എങ്ങനെ കാണുന്നു? എനിക്കിപ്പോ നമ്മളൊരു മീഡിയയിൽ പറയാൻ പറ്റുമെന്ന് അറിയാമല്ലോ. ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ
ഈ അച്ഛനെ അമ്മേനെ ഒരുപോലെ ബഹുമാനിക്കണം എന്നൊരു കൺസെപ്റ്റാണ് ഞാൻ പഠിച്ചേക്കുന്നത്. പക്ഷെ BJPയുടെ ലൈൻ എന്ന് പറഞ്ഞാൽ അവർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനെ തള്ളിക്കളെ, അതായത് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തെ മറക്കാന്നല്ല, പിന്നെ അദ്ദേഹത്തെ മറക്കാന്നല്ല, അപ്പാടെ പുള്ളിനെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതായത് ഇപ്പൊ പിന്നെ എനിക്ക് മുമ്പേ സംസാരിച്ചൊരു അദ്ദേഹം പറഞ്ഞത് പിന്നെ പേരിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചു. മറ്റേ 2 സിംഹങ്ങൾ ഉണ്ടായിട്ട് അക്ബറെന്നും പിന്നെ സീതയെന്നും ഒക്കെ ഇട്ടപ്പോ അന്നൊന്നും പുള്ളിയൊന്നും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എന്റെ പേരിലെന്ത് കാര്യം. പേരിലൊന്നും വലിയ കാര്യമില്ലാതെ അപ്പോഴും നമ്മൾ സംസാരിക്കണം. പ്രതിഷേധവുമായി പോയി സീത എന്ന സിംഹത്തിന് കൂട്ടായി. അതെ വലിയ വിഷയങ്ങളായി ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഈ ഇരട്ടത്താപ്പ് നല്ലതല്ല. ഇപ്പൊ സംബന്ധം തൊഴിലുറപ്പ് എന്ന് പറഞ്ഞ പദ്ധതി ഞാൻ സത്യത്തിൽ പഠിക്കണമെന്ന് വെച്ചാൽ പേര് മാറ്റത്തിൽ തന്നെ ഒരുപാട് ചേച്ചിമാരാ, പ്രായമുള്ളവരും 10-60 വയസ്സുള്ള, അവർ ഈ പറയാൻ തന്നെ എന്താണ് എവിടെ പോകണം. തൊഴിലുറപ്പായിരുന്നു, ഇപ്പൊ എന്താ പേര് നമുക്കറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഉമ്മാമാരാണെങ്കിൽ അവർക്കും അറിയാൻ പാടില്ല, അവർ രണ്ടുപേരും പറയും. കുറെ നാള് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പേര് പോലും പഠിച്ചെടുക്കുള്ളൂ. സത്യത്തില് ഇത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഈ പറഞ്ഞ പദ്ധതികളിലൊക്കെ ഇച്ചിരി മാറ്റം വരുത്തുക എന്നുള്ളത് ഞാനും ആഗ്രഹിച്ചാണ്. അതായത് അമ്മമാരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് അമ്മമാരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കോട്ടെ, അത് കൂടുതൽ സുതാര്യമായിക്കോട്ടെ, നടപടികൾ തൊഴിൽ വേതനം വർദ്ധിച്ചോട്ടെ, പക്ഷെ പേര് പഴയത് തന്നെയായിരുന്നു നല്ലത് എന്നാണ് അത് തന്നെയായിരുന്നു എന്റെ ഒരു ഇത്. കാരണം പേര് പഴയത് തന്നെ ഫോളോ ചെയ്യാനായിരുന്നു ഏറ്റവും ബെറ്റർ. നമുക്ക് ഇപ്പൊ മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്, പക്ഷെ എല്ലാ തലത്തിലും പൊതുവെ പേര് മാറ്റലിന്റെ ഒരു പരിപാടി തന്നെ നമ്മുടെ രാജ്യത്ത് എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിൽ നോക്കിയാലും പേര് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും അത് എല്ലാത്തിലും അങ്ങനെയല്ലേ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതാണെങ്കിലും അന്നുള്ള അത് മാറ്റി, പിന്നെ രാജീവ് ഗാന്ധിയുടെ ഇത് മാറ്റി, അങ്ങനെ എല്ലാ ഇതും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. മാറ്റം നല്ലതാണ്, പക്ഷെ പേരിൽ മാത്രമായിരിക്കരുത് മാറ്റം. പ്രവൃത്തിയിലും കാര്യങ്ങളിലും എല്ലാത്തിലും നല്ല മാറ്റം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. അപ്പൊ പിന്നെ കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേരുന്നു, പാലക്കാട് നിന്നാണ്. കൃഷ്ണകുമാർ ആലത്തൂരിന്റെ പരിസരത്താണ്. ഏകദേശം ഒരു 18 കിലോമീറ്റർ അടുത്താണ് അല്ലേ? അത് അപ്പൊ എക്സാക്ട് സ്ഥലം എന്തായിരുന്നു? കൊല്ലംകോട്. ഞാൻ താമസിക്കുന്ന സ്ഥലം കൊല്ലംകോട്. കൊല്ലംകോട് കുറച്ച് ദൂരെയാണ് ആലത്തൂർ. ഞാൻ 18 കിലോമീറ്റർ ഉണ്ട്. അതെ. അപ്പൊ ശ്രീ കൃഷ്ണകുമാറിന് എന്ത് തോന്നുന്നു? ഇതിപ്പോ നേരത്തെ ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ ഒരു പണമായിരുന്നു ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് സംസ്ഥാനങ്ങളും കൂടി ചെലവഴിക്കേണ്ടി വരികയാണ്. ശ്രീ കൃഷ്ണകുമാറിന് എന്ത് തോന്നുന്നു? ഇത് സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൂടി ഒരു ഭാരമാവുമോ കൃഷ്ണകുമാർ? ആവും സാറേ, ആവുമല്ലോ. കാരണം സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം തന്നെ അതിന്റെ ന്യായമായ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ കൊടുക്കാതിരിക്കുന്ന ഈ കാലത്ത് ഇനി ഇതുകൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത വരുന്നത് വലിയ ദോഷം ചെയ്യുമെന്നാണ് കൃഷ്ണകുമാർ വിചാരിക്കുന്നത്. വ്യക്തമാണ്. മാത്രമല്ല ഇപ്പൊ ഗാന്ധിജിയെ പണ്ട് വെടിവെച്ച് കൊന്നു, ഇപ്പതാ വെട്ടിമാറ്റുന്നു. ഇനിയിപ്പോ നാളെ കറൻസിയിൽ മാത്രമേ ഗാന്ധിയുടെ ഫോട്ടോ ഉള്ളൂ, അതും നാളെ മാറും, സവർക്കർക്ക് വരും. ശരി. അപ്പൊ കണ്ണൂരിൽ നിന്ന് രാഘവൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഘവൻ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചക്കരക്കല്ല്, കണ്ണൂർ ചക്കരക്കല്ല്. ചക്കരക്കല്ല്. ആ പേര് തന്നെ വളരെ മധുരമുള്ള ഒരു പേരാണ് അല്ലേ? ആ പേര് തന്നെ വളരെ മധുരമുള്ള ഒരു പേരാണ്. പക്ഷെ അവിടെ ഈ രാഷ്ട്രീയ അക്രമമൊക്കെ നടക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെയുണ്ടോ? അതെല്ലാം കുറവാണ് അല്ലേ? ശ്രീ രാഘവന് അവിടെ വാർഡിൽ ആര് ജയിച്ചു? ശ്രീ രാഘവന്റെ പഞ്ചായത്തിൽ CPIM തന്നെ. ബ്ലോക്ക് പഞ്ചായത്തില് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് ജയിച്ചല്ലേ? അത് കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഓഹോ. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് ശ്രീ രാഘവൻ പുതിയ സർക്കാരിന്റെ? തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി എനിക്ക് അടിമുടി മാറ്റം എന്നതാണ്. കാരണം പേര് മാറ്റത്തിലല്ല പ്രശ്നം, പേര് മാറ്റത്തിലൊന്നും കാര്യമില്ല. പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞാലും പാവങ്ങളെ ഒരു ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിട്ട്, അതുപോലെ അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഭൂമിയെ സംരക്ഷിക്കുക, ജല സംരക്ഷണ പ്രവർത്തനമാണ് അതിന്റെ മുൻപന്തിയിലുള്ളത്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് അതല്ല. എന്ന് പറഞ്ഞാൽ പിന്നെ പ്രായപരിധിയൊന്നുമില്ല, വന്നിട്ട് ഇങ്ങനെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ കുറെ സമയം ഇരുന്നിട്ട് വന്നിട്ടോ കാറ്റിക്കൂട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോ മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇവരെ ഉപയോഗിച്ചിട്ടാണ് മിക്ക പ്രകടനങ്ങളും. ഇവർ പങ്കെടുത്തില്ലെങ്കിൽ ഇവരെ
ഇവർക്ക് തൊഴിൽ കൊടുക്കൂല. ഇങ്ങനെയുള്ള പ്രവണതയാണ് നമ്മളെ കണ്ടുവരുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നുണ്ട് അല്ലേ? ജാഥയ്ക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ വന്നില്ലെങ്കിൽ പണി കിട്ടില്ല എന്ന് പറയുന്നു അല്ലേ? അതുണ്ട്. ഓഹോ. അപ്പോൾ ഏതായാലും ഒരു ഇതിലിപ്പോൾ ഒരു AI മോണിറ്ററിംഗ് സംവിധാനം വരും, ഫ്രോഡ് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ ഇത് ആളുകൾ എവിടെ ജോലി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരു GPS മൊബൈൽ ബേസ്ഡ് മോണിറ്ററിംഗ് വർക്ക് ഉണ്ടാകും എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന്. അതെ. മാത്രമല്ല ഇതിപ്പം തൊഴിലുറപ്പ് പദ്ധതി തന്നെയുണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റ് എന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് അജണ്ടയിൽ വെക്കുമല്ലാണ്ട് ഒരിക്കലും നടക്കാറില്ല. പേരിന് മാത്രമാണ്. വീണ്ടും വെറും രാഷ്ട്രീയവൽക്കരണത്തിന് പാർട്ടിയുടെ സബ് കമ്മിറ്റി ആയിട്ട് രൂപം പ്രാപിച്ചിരിക്കുകയാണ്. ശരി. അപ്പൊ ശ്രീമതി ജയ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊന്ന് മാറ്റി, പക്ഷേ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് വരുന്നത് എന്ന വാദത്തെ ശ്രീമതി ജയ അംഗീകരിക്കുമോ? നമസ്കാരം മനു. നമസ്കാരം. അത് ട്രാൻസ്പെയറന്റ് ആണ്. ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലതാണെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിന് യാതൊരു യോജിപ്പും ഇല്ല. രാഷ്ട്രപിതാവിനെയൊക്കെ അങ്ങ് കളയുക എന്ന് വെച്ചാൽ എന്തോ, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എല്ലാവരുടെയും പേരിലുള്ള എല്ലാം വെട്ടി കളയുക. അത് പോട്ടെ എന്ന് വെക്കാം, നമുക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, പോട്ടെ. പക്ഷെ ഈ ഗാന്ധിജിയുടെ ഒക്കെ പേര് മാറ്റിയിട്ട് ഇവർക്ക് എന്തോ സാധിക്കാനാ? തന്നെയുമല്ല, 10ാം ക്ലാസ് വരെ പഠിച്ച ആരും ഒരാളെങ്കിലും കാണുമോന്ന് എനിക്കറിഞ്ഞൂല. അവരെ ഞാൻ കൊച്ചാക്കുമല്ല. അപ്പൊ അവർക്ക് ഈ പുതിയ പേര് എങ്ങനെ പറയാൻ പറ്റും മനു? അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ഇതിന്റെ വ്യവസ്ഥകൾ ട്രാൻസ്പെയറന്റ് ആണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സാരമില്ല, അവർക്ക് പൈസ കിട്ടുന്നതാന്ന് വെച്ചാൽ. പക്ഷെ പേരൊക്കെ മാറ്റേണ്ട കാര്യം എന്താ? മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് എന്തോ സാധിക്കാനാ ഇവർക്ക്? അതിനോട് താല്പര്യമില്ല മനു. അത് ശരിയുമല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ശ്രീമതി സെബീന കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീമതി സെബീന ഒരു കേന്ദ്ര സർക്കാർ പദവികളൊക്കെ വഹിച്ച ഒരാളാണ്. ഈ പുതിയ പദ്ധതി വരുമ്പോൾ അതിന് കുറേ ഗുണപരമായ കാര്യങ്ങളുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ലായിരിക്കാം. പക്ഷേ ഇത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് കരുതേണ്ടതുണ്ടോ, ഗാന്ധിജിയുടെ പേര് മാറ്റി എന്നത്? മനു, പേര് മാറ്റുന്നത് ഇത് പുതിയ സംഭവമൊന്നുമല്ല. പേര് കാലാകാലങ്ങളിലായിട്ട് പല പദ്ധതികളുടെയും പേര് മാറുന്നു. അതിൽ ഒന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് നമ്മുടെ ജൻറം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ അർബൻ റിന്യൂവൽ മിഷൻ എന്ന് വെച്ചാൽ ഒരു മാസീവ് മോഡേണൈസേഷൻ ഓഫ് സിറ്റീസ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ. അത് ഓൾറെഡി അത് 2005, 2014 പദ്ധതിയായിരുന്നു. അതിന് ജൻറം എന്ന് കുറെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ബസ്സുകൾ സിറ്റി സർവീസിന് കൊടുത്താണ്. അത് സിറ്റി സർവീസ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ദീർഘദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ് AC ബസ്സുകൾ. അതെ. അപ്പൊ അങ്ങനെ ഉള്ള കുറെ ഒരു പദ്ധതിയായിരുന്നു. അത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന്റെ എയ്ഡൻസിലാണ് ഉണ്ടായിരുന്നത്. അത് ലേറ്റർ 2015 ഇപ്പൊ UPA ഗവൺമെന്റ് മാറിയപ്പോ പുതിയ സർക്കാർ വന്നിട്ട് അതിനെ കംപ്ലീറ്റ്ലി ആ ഒരു ജൻറം എന്നുള്ള പേര് മാറ്റിയിട്ടാണ് അമൃത് മിഷൻ എന്നുള്ള പേര്. അത് അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അത് ഇട്ടിരിക്കുന്നത്. അതിൽ ആക്ച്വലി അതിന്റെ DPRും ബാക്കിയുള്ള കംപ്ലീറ്റ്ലി അതിനകത്തുള്ള കണ്ടന്റ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. DPRൽ വലിയ വേരിയേഷൻസ് ഒന്നും തന്നെ വന്നില്ല. പക്ഷെ പേര് മാറി. പിന്നെ സംതിങ് അതിൽ ആഡഡ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ ഹൗസിംഗ് ഫോർ ഓൾ, ഒരു 2022 എല്ലാവർക്കും വീട് എന്നുള്ളതും പിന്നെ സ്വച്ഛ് ഭാരത്, ഇങ്ങനെയുള്ള ചില പ്ലാനിങ്സ് ഒക്കെ അതിൽ ആഡഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പേര് അതിന്റെ കൂടെ വന്ന വേറൊരു വലിയൊരു നമുക്ക് പറ്റിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഫിനാൻഷ്യൽ എയ്ഡൻസ് ആണ്. ഫിനാൻഷ്യൽ എയ്ഡൻസിൽ നേരത്തെ 100% ഫിനാൻഷ്യൽ എയ്ഡൻസ് വരുന്ന സമയത്ത് ഇത് പദ്ധതിയുടെ പേര് മാറുകയും മീൻ ടൈം അതിന്റെ ഫിനാൻഷ്യൽ എയ്ഡൻസ് എന്ന് പറഞ്ഞാൽ 60-40 എന്നുള്ള പ്രൊപ്പോർഷനേറ്റ്ലി അത് ചേഞ്ച് ആവുകയും ചെയ്തു. 60-40 ചേഞ്ച് ആവുന്നത് 60%, 40% പിന്നെ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ അർബൻ സെൽഫ് ഗവേണിംഗ് ബോഡീസും അത് പ്രൊപ്പോർഷനേറ്റ്ലി ഇടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഒന്നും അത്ര കണ്ട് ഫിനാൻഷ്യലി സൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും പാളിപ്പോകുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. ഇപ്പൊ ഈ തൊഴിലുറപ്പിന്റെ കേസ് വന്നാൽ ഇപ്പൊ എന്ത് പേര് വന്നാലും ടെക്നിക്കലി നമ്മൾ തൊഴിലുറപ്പെന്ന് തന്നെയായിരിക്കും പറയുക. അതിനപ്പുറത്ത് നമ്മൾ മഹാത്മാഗാന്ധിയെ ഒക്കെ ചേർത്തിട്ടോ അങ്ങനെയൊന്നും ഓൾവേസ് എല്ലാവരും യൂസ് ചെയ്യാനുള്ള ഒരു അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഫിനാൻഷ്യൽ എയ്ഡൻസ് ആണ് വീണ്ടും പ്രശ്നം. കാരണം
ഇപ്പോഴും 100% ഒരു സെൻട്രൽ എയ്ഡൻസ് വരുന്ന ആ പദ്ധതി ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സമയത്ത് വീണ്ടും ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ശരിക്കുള്ള ബെനിഫിഷ്യറീസിന് ഇത് ഡെഫിനറ്റ്ലി അഫക്റ്റ് ആവും എന്നുള്ളതാണ്. ഈ പദ്ധതികളുടെ എല്ലാം പേര് മാറ്റിക്കോട്ടെ, പേര് മാറ്റുന്നത് ഒരു വലിയ വിഷയമല്ല, എന്നാലും നമ്മൾ അതിൽ അഡാപ്റ്റ് ആവും. പക്ഷെ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ സഹായം അത് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് പദ്ധതിയെ ബാധിക്കും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഗവൺമെന്റ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും, സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ചിലപ്പോൾ അഫക്റ്റ് ആയെന്നിരിക്കാം. അവരിത് ചെയ്യുന്നത് ഈവൻ ഈ താഴെക്കടയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡൻസിനെ ഇങ്ങനെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ വെട്ടി മാറ്റുന്നത് ശരിക്കും നല്ലതല്ല. കാരണം അത് അവരുടെ ബെനിഫിറ്റ്സിനെയാണ് ആക്ച്വലി ഇത് പോകുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്, അപ്പോൾ കൃത്യവുമാണ് അഭിപ്രായം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് നിറയെ പ്രേക്ഷകർ നമുക്കിപ്പോൾ ചേർന്നിട്ടുണ്ട്. ഷിജു എന്നോടൊപ്പം ചേർന്ന് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. പെർഹാപ്സ് ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇസ് നോട്ട് വെൽ എന്ന് ഷിജു പറയുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ VC തോമസ് കുറേ കൂടെ രൂക്ഷമായ ഭാഷയിലാണ് പറയുന്നത്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റി ഗോഡ്സെ എന്നാക്കാതിരുന്നാൽ മതി എന്നായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷക ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. മോഹൻ എന്നോട് പറയുന്നത് ഗാന്ധി എന്ന പേര് കൊണ്ട് നടന്ന് ചീത്തപ്പേരുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് പേര് തന്നെ വെക്കാതിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ. സുനിൽകുമാർ പറയുന്നു കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണം, അല്ലാതെ പഴയതിൽ പിടിച്ചിരുന്നു കൊണ്ട് ഒരിക്കലും പുരോഗതി ഉണ്ടാകില്ല. എല്ലാ മേഖലയിലും അഴിമതി ഇല്ലാത്ത സുതാര്യമായ ഭരണം വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാരത്ത് നിന്ന് ചേരുന്നു. പേരിലും ഘടനയിലും മാറ്റം വരുത്തി സംസ്ഥാനങ്ങളെയും തൊഴിലാളികളെയും ബുദ്ധിമുട്ടിച്ച് കേന്ദ്രം അതിൻ്റെ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു. ദിസ് ഈസ് ഗുഡ് ബിക്കോസ് മണി ഈസ് ഗെറ്റിംഗ് അതായത് അവർക്ക് കൃത്യസമയത്ത് പൈസ കിട്ടുന്നു എന്നുള്ളതാണ്. ഇസ് ഗെറ്റിംഗ് ഇൻ റൈറ്റ് ടൈം. 125 days ദർ വിൽ ബി. അപ്പോൾ 125 ദിവസം ഉണ്ടാകും, കറപ്ഷൻ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഭാരതാംബ എന്ന് പറഞ്ഞ് ചിലർക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് വേണുഗോപാൽ പറയുന്നു. MG റോഡിലൂടെ നടക്കാമോ എന്തോ എന്ന് AK കൃഷ്ണൻകുട്ടി, നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയാണ്, അദ്ദേഹം പരിഹസിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് മോദിയുടെ തൊഴി എന്നാണ് പറയുന്നത്. ഓക്കെ, ദോഷങ്ങൾ മാറ്റാൻ എല്ലാവർക്കുമാകില്ല, മാറ്റങ്ങളൊക്കെ നല്ലതല്ലേ എന്ന് കൃഷ്ണദാസ് പറയുന്നു. അങ്ങനെ നിരവധി പേർ. ജിയോ പറയുന്നു 10 കൊല്ലമായിട്ട് പേര് മാറ്റമല്ലാതെ മറ്റൊരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നു. ബിജോയ് പറയുന്നു മനു പേരിൽ എന്താണ് ഇരിക്കുന്നത്, നമ്മുടെ വീടിനകത്തുള്ള അമ്മമാരുടെ കഞ്ഞിയിലാണ് മണ്ണുവാരി ഇടുന്നതിന് തുല്യമായ അതാണ് പുതിയ പദ്ധതി എന്ന് പറയുന്നു. അപ്പോൾ ശ്രീമതി ജയയുടെ പ്രതികരണത്തിന് വേണുഗോപാൽ പറയുന്നു ഇവിടെ ഗാന്ധി അല്ലാതെ കുറേ പേർ ആ പേരും കൊണ്ട് നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ശശിധരൻ പിള്ളയുണ്ട്. തൊഴിലുറപ്പിന് 500 രൂപയെങ്കിലും കൂലി കൊടുക്കണം, പക്ഷേ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരവും കൊടുക്കണം. പല സ്ഥലങ്ങളിൽ 5-10 വൃക്ഷത്തൈകൾ നടാൻ 5-10 പേരെ നിയോഗിക്കുന്നു എന്ന് ഒക്കെയുള്ള ആരോപണം ഉണ്ടാകുന്നു. പ്രമോദ് നാണു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മൊയ്ത് ചേരാപുരം എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ടിപ്പ് ടോപ്പ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സമസ്ത സർക്കാർ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. ഫിറോസ് ഗാന്ധി എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് വിളിക്കുന്നുണ്ട്. കുറേ കാലമായി ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിനോട് സംസാരിച്ചിട്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ സുഖമായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ മറന്നില്ലല്ലേ? മറക്കില്ല. അങ്ങേ എങ്ങനെ മറക്കാൻ കഴിയും? അങ്ങ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇഷ്ടമുള്ള ആളാണ്. 4-5 പ്രാവശ്യമൊക്കെ ബെല്ലടിക്കും, ഒരു രക്ഷയല്ല, എടുക്കൂല അവര്. എടുക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു നമ്മളെ നമ്പർ കൃത്യമായിട്ട് അവിടെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറ്റില്ല, അങ്ങനെ നമ്പർ കാണാനുള്ള സംവിധാനം ഇല്ല. 5 പ്രാവശ്യമൊക്കെ ബെല്ലടിക്കുന്ന ഒരു ദിവസം ഞാൻ എന്താന്ന് ചോദിക്കാം. നമ്മുടെ പ്രവീണ അത് അവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ പരാതി അതും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു 1-2 കേസുകൾ വന്നിട്ടുണ്ടെന്ന് ബെല്ലടിച്ച് എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി, സത്യം. പിന്നല്ലാതെ അതൊക്കെ അന്ന് പറയാനുള്ള കാര്യമാണ്. അത് പിന്നെ പോയി, അതൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ താങ്കളെ പാലുകാഴ്ച വലിയ താമസമെല്ലാം ഉണ്ടാവും. പാലുകാഴ്ചന് വന്നില്ലെന്നുണ്ടെങ്കിൽ TV തുറന്ന് ഞാൻ ആദ്യം അടിക്കും. ശരി, നമുക്ക് കാണാം. അത് പാലുകാഴ്ച വീടിന്റെ പണി ചെയ്യാതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അന്നത്തെ ആ ഒരു മഴയിൽ വീടിൽ മരം വീണെങ്കിലും അത് അതിജീവിച്ചു. പക്ഷെ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തൊന്നും കിട്ടിയില്ല അല്ലെ, ഒരു സഹായവും കിട്ടിയില്ല. എഴുതി പോയിട്ടുണ്ടോ ഒന്നും കിട്ടിയില്ല. ഞങ്ങള് പിന്നെ ഇവിടെ വസ്തുവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു കിടക്കാടാണല്ലോ പ്രധാനം. വസ്തുവും കെട്ടിപ്പിടിച്ചോണ്ട് നമുക്കിപ്പോ വസ്തു തോന്നുണ്ടെന്ന് എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മക്കൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാന്നുള്ളതല്ലേ പ്രധാനം. നല്ലൊരു അവർ കുത്തിപ്പൊളിഞ്ഞ വീട്ടിനകത്ത് അവർ എന്ത് സേഫ്റ്റിയോടെ കിടക്കും. അത് ശരിയാണ്.
നമുക്ക് അതല്ലേ വലുത്. അതുകൊണ്ട് അവർക്കൊരു വീട് പിന്നെ കുറച്ച് വസ്തു കളഞ്ഞ് വിൽക്കേണ്ടി വന്ന്, വസ്തു വിറ്റൊരു വീട് വെച്ച് വീട് വയ്ക്കുന്നു, പണി നടന്നോണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ വസ്തു പണയം ലോൺ കിട്ടിയില്ല? ഇല്ല, പണയമൊന്നുമല്ല, പിന്നെ വിറ്റ് പണയം വസ്തു ഞാൻ വിൽക്കുക ചെയ്ത്. ഇതിൽ നിന്ന് കുറച്ച് വസ്തു വിറ്റ് എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ടൊരു വീട് വയ്ക്കുന്നു, ഇത്ര തന്നെ. പിന്നെ ഹലോ, എന്തായാലും പാലാച്ചിന് താങ്കൾ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരാം, നമുക്ക് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വരാം. അത് അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല, വരണം. പിന്നെ ഈ നമ്മളെ ഇന്നത്തെ വിഷയത്തില് ഒരു കൂടുതലൊന്നും പറയാനില്ല. പേര് മാറ്റത്തിലൊന്നും ഒരു കാര്യമില്ല. എന്തുകൊണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഭംഗിയായിട്ട് നടന്നോട്ടെ, ഒരു പ്രശ്നമല്ല. പിന്നെ പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ പൊക്കി പിടിച്ചോണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പൊക്കി പിടിക്കണ്ടേ? വേറെ എന്തോന്നിരിക്കുന്നത്? മോദിയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ മന്ത്രിമാരെ കുറിച്ച് പറയാനോ MLA-മാരെ കുറിച്ച് പറയാനോ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു പുണ്ണാക്കില്ലെന്നേ, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതാണ്ട് ഈ കാണും പോലെ ഈ പിന്നെ ഈ കാർഡുകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് ഒരു അവസരം കാത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ജയിച്ചപ്പോ ഇപ്പൊ വോട്ട് ചോരിയൊക്കെ പോയി, തിരുവനന്തപുരം പിടിച്ചപ്പോ വോട്ട് ചോരിയൊക്കെ പോയി. കേരളത്തിൽ പിന്നെ ഇപ്പൊ അവര് നാക്കെടുക്കുന്നില്ലല്ലോ. കേരളത്തിൽ പിന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായില്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല ഇത് വോട്ട് ചോരിയാണെന്ന്? ഇവിടെ അത് ചോർന്നില്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഇവിടെ മോട്ടിച്ചില്ലേ? നാണവമാനമല്ല. അവർക്ക് അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ വോട്ട് ചോരിയില്ല, ഒന്നുമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സമയം കുറവായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും കുറെ കൂടെ വിശദമായി സംസാരിക്കാം. അപ്പോൾ പാലുകാച്ചലും വീട് പണിയൊക്കെ ഗംഭീരമായി നടക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുകുന്ദൻ എന്നോടൊപ്പം ചേർന്ന് കാസർഗോഡ് നിന്നാണ്. ശ്രീ മുകുന്ദൻ. ഹലോ. ശ്രീ മുകുന്ദൻ കാസർഗോഡ് ജില്ലയിൽ എവിടെ നിന്നാണ്? ചെറുവത്തൂർ. അപ്പൊ നമ്മുടെ ചെറുവത്തൂർ പൊതുവേദിക്ക് നിറയെ പ്രേക്ഷകരുണ്ട് കേട്ടോ. നമ്മുടെ സന്തോഷ് വെള്ളരിക്കുണ്ട്, ചെറുവത്തൂര്, അതുപോലെ തൃക്കരിപ്പൂർ ഒക്കെ ഉണ്ട്. ചെറുവത്തൂര് നമുക്കുണ്ട്. അപ്പൊ സന്തോഷ് വെള്ളരിക്കുണ്ടിൽ ഒരു സന്തോഷമുണ്ട്, ചെറുവത്തൂരിലുണ്ട്, തൃക്കരിപ്പൂരിലുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം പണി കൂട്ടിയ സന്തോഷം തന്നെ. പക്ഷെ ഈ കൂലി 40% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, നികുതിയിൽ 40% സംസ്ഥാന സർക്കാരല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് 40% അവരും കൂടി കൊടുക്കട്ടെ എന്ന് പറയുന്നത് തെറ്റുണ്ടോ? കാരണം മൊത്തം നികുതി എടുക്കുമ്പോൾ അങ്ങനെ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്, ഒന്നും കൂടി പറയൂ. ഇപ്പൊ 100% തരുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? അപ്പൊ ഈ 40% സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞാൽ ഇപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഇവിടെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കാർ 2000 കോടി ഉറുപ്പിക ഇതിന് പ്രത്യേകം നീക്കിവെക്കണമെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അപ്പൊ അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ എല്ലാം ഇങ്ങനെ കേന്ദ്രം തന്നാൽ ഞങ്ങൾ ഭരിക്കും, ഞങ്ങളുടെ നികുതി ഇവിടെ ശമ്പളം കൊടുക്കാൻ മാത്രം ഉപയോഗിക്കും എന്ന് പറയുന്ന ആ രീതിയല്ലല്ലോ. ഇവിടെ ഇൻകം ജനറേറ്റിംഗ് ആകേണ്ട സമയം അതിക്രമിച്ചു. ഈ സംസ്ഥാനം ഉൽപ്പാദന രംഗത്തേക്ക് കടക്കണം. ആളുകളെ എങ്ങനെ വിദ്യാഭ്യാസം നൽകി പുറത്തേക്ക് കയറ്റി അയച്ച ഒരു മണി ഓർഡർ എക്കോണമിയായി നമുക്ക് എല്ലാ കാലത്തും തുടരാനാകില്ല. മറ്റു രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നാൽ ഇവിടെ പ്രതിസന്ധി ഉണ്ടാവുക. ഇവിടെ അല്ലെങ്കിൽ തൊഴിൽ വർദ്ധിക്കണം, ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അതിനൊക്കെയുള്ള വഴികൾ ആരായണം? കാരണം നികുതി അടയ്ക്കുമ്പോൾ 40% കേന്ദ്രവും 40% സംസ്ഥാനത്തിനുമാണ് കിട്ടുന്നത്. സ്വാഭാവികമായും ആ പദ്ധതികൾ വിഹിതവും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അത് ശരി തന്നെ. പക്ഷെ കൃത്യമായിട്ട് തൊഴിലാളിക്ക് കിട്ടാൻ സാധ്യത കുറവെന്നാണ് എന്റെ അഭിപ്രായം. ആണോ? ശരി. ഞാനത് ഒരേ സമയത്ത് കിട്ടൂലല്ലോ. പിന്നെ തന്നെ ഈ ചില ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അത് പറഞ്ഞാല് എന്താ കാരണം വെച്ചാല് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓരോ പഞ്ചായത്ത് ഒരു പാർട്ടിക്കാർ ഭരിക്കുന്നല്ലേ. അപ്പൊ തൊഴിലാളികള് ഈ സമരത്തിന് മറ്റല്ലെന്ന് പറഞ്ഞാല് അവരെ തൊഴിലിന്റെ സമയത്ത് തന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, പിന്നെ പണിക്ക് പേര് കൊടുക്കില്ല. ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഇല്ലാതാക്കണം. അതേപോലെ തന്നെ പറഞ്ഞാൽ ഇത് ഈ പാവപ്പെട്ട കാസർഗോഡ് ഒക്കെ ഈ ആളുകളെ കൊണ്ടുപോകുന്നുണ്ടോ? തൊഴിൽ ഉറപ്പ് തൊഴിലാളികളെ ചില സ്ഥലത്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ജാഥക്കാണോ? ജാഥക്കെല്ലാം കൊണ്ടുപോകും. അല്ലെങ്കിൽ പണിക്ക് വേണ്ട പറയും, പണി പേര് കൊടുക്കൂല പറയും. ഇങ്ങനത്തെ തന്നെ സമ്പ്രദായം സ്വാധീന മേഖല ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീന മേഖലയിലെല്ലാം അത് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞാൽ ഒരു ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പൊ ഈ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ പെൻഷൻ വാങ്ങുന്നവർ വരെ ഈ പണിക്ക് വരുന്നത് ഈ പാവപ്പെട്ടവന്റെ പണി തന്നെ പറയുന്നു. പക്ഷെ അതൊന്നല്ല ഇപ്പം സംഭവിക്കുന്നത്. പാവങ്ങളുടെ പണി പറയുന്നു. അതെല്ലാം ഒരു മാറ്റം വരണമായിരുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ രാജൻ കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട് കേട്ടോ. പക്ഷേ രാജൻ എവിടെ പോയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു.
എന്തു പറ്റി എന്നെ വിളിക്കാത്ത എന്താ സംഭവിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. എത്ര ദിവസമായി ശ്രീ രാജൻ നമ്മൾ സംസാരിച്ചിട്ട്? എനിക്ക് ഈ ടി വി കൂടെ നിങ്ങളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്തോ ചെയ്യും? എന്നിട്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഞാൻ അതും പറയാൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു? അവിടെ ആരാ ജയിച്ചു വാർഡില്? ഇവിടെ സാറേ 25% മുസ്ലിങ്ങളുണ്ട്. SDPIയും വെൽഫെയർ പാർട്ടിയും ഇപ്രാവശ്യം മുസ്ലിങ്ങളെല്ലാം കൂടെ കൂട്ടായിട്ട് നിന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു. അപ്പൊ അവർ ജയിച്ചു. ഞങ്ങളുടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഏകീകരണം ഒക്കെ ഉണ്ടായോ? ഏകോപനം തന്നെയാണ്. അത് കൂടാതെ പിന്നെ BJPയുടെ വോട്ട് വർദ്ധിച്ചു സാറേ. BJPയുടെ വോട്ട് വർദ്ധിച്ചു പറഞ്ഞാൽ ഈ ഇടതുപക്ഷ പാർട്ടിയിലൊക്കെ നിന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അവർ കുറെ പേര് മതേതരക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മാറിയിട്ട് ഇപ്പം BJPയിലോട്ട് ചേർന്ന് BJPയുടെ സീറ്റ് വർദ്ധിച്ചു. 6 സീറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് 9 സീറ്റായി. പല സ്ഥലങ്ങളിലും അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചു. അങ്ങനെയാണ്. കൊല്ലം വലിയൊരു ഇടത് കേന്ദ്രമായിരുന്നു, അത് പൊളിഞ്ഞ ഇടത് കേന്ദ്രമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, 25% മുസ്ലിങ്ങൾ വോട്ടും 35% ഈ മതേതര ഹിന്ദുക്കളുണ്ട് അവിടെ. അവരുടെ വോട്ടുകൾ ചേർന്നപ്പോ 60% വോട്ട് അവർക്ക് കിട്ടി, മറ്റവർക്ക് കിട്ടി, UDFന് കിട്ടി. അങ്ങനെയാണ് ജയിച്ചത്. അല്ലാതെ ഇതിപ്പം ചെറുതായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇപ്പം തിരുവനന്തപുരത്തായി, മറ്റു സ്ഥലങ്ങളിലായി, പല സ്ഥലങ്ങളിലും ഇങ്ങനെ തൃശ്ശൂർ വരാൻ പോകുന്നു, ഇങ്ങനെ കോഴിക്കോട് വരാൻ പോകുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഹിന്ദുക്കൾ ഇപ്പൊ കുറേശ്ശെ ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ക്രിസ്ത്യാനികളും ചേർന്നു. ക്രിസ്ത്യൻ ആൾക്കാർ ഈ വഖഫ് വന്നതോടുകൂടി ക്രിസ്ത്യൻ ആൾക്കാർ കുറെ പേര് BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇടതുപക്ഷത്തിന് കുറവ് വന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിന് ഇവിടെ ഇപ്പൊ സ്വർണ്ണപ്പാളി വന്നു, അല്ലെ മണിയാശം വന്നു. ബീഹാറിലൊന്നും ഇല്ലായിരുന്നില്ല. ഇതൊന്നും 6 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. അപ്പൊ ഇവിടത്തെ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം BJPയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ശശി തരൂരോടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇനി നമ്മുടെ ഈ റോജ്ഗാർ യോജനയെ കുറിച്ച് പറയാം. അപ്പൊ ഏതായാലും രാജൻ ചേട്ടൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് സുനിൽകുമാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. 100% സത്യമാണ്. ഞാനത് ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയി കണ്ടിട്ട് വന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഇനി ഇന്നത്തെ കാര്യം പറയാം. ഈ മഹാത്മാഗാന്ധി റോജ്ഗാർ യോജനയുടെ പേര് മാറ്റിയിട്ട് സവർക്കർ സുനക്കി യോജനയെന്നോ എന്തോ വേണേ പേരിട്ടുണ്ട്. പക്ഷെ പണ്ട് 20% മാത്രം മതിയായിരുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഇപ്പൊ 40% ആക്കി. 2,20,000 പേരാ ജോലി ചെയ്യുന്നത്. 1,600 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടുപിടിക്കണം. പേരെന്തോ ഇട്ടോട്ടെ. പ്രതിസന്ധികൾ മറികടക്കാൻ സംസ്ഥാനം പുതിയ വഴികൾ കണ്ടെത്തണ്ടേ എന്നാ ചോദിക്കുന്നത്. എങ്ങനെ വഴി കണ്ടെത്തട്ടെ? 1 രൂപ ഇവിടുന്ന് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 18 പൈസയാണ് നമുക്ക് തരുന്നത്. അതേസമയത്ത് UP 33 പൈസയാണ് കൊടുക്കുന്നത്. നമുക്ക് പൈസ വെട്ടുക ചെയ്യുന്നത്. 57,000 കോടി രൂപയാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് കുറച്ചത്. ഇതൊക്കെ ആരാ ഇതിന് ചോദ്യം ചെയ്യുന്നത്? ഇപ്പൊ അവിടെ ചെന്നിട്ട് സ്വർണ്ണപ്പാളി കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുക. എന്നാൽ ഇവിടുത്തെ പൈസയുടെ കാര്യത്തിന് ആരെങ്കിലും സമരം ചെയ്തോ? എന്താ PM ശ്രീയിൽ എല്ലാവരും ഒപ്പിട്ടു. കോൺഗ്രസ്സുകാരെല്ലാരും ഒപ്പിട്ടില്ലയോ? ഇവിടുത്തെ ആൾക്കാരെന്താ ഒപ്പിട്ടിട്ട് അത് വാങ്ങിച്ചു തരണ്ടായി അവിടുത്തെ ആൾക്കാർ. ബ്രിട്ടാസ് അവിടെ ചെന്നിട്ട് പറഞ്ഞു ആ പൈസ വേണം, കാരണം പിള്ളേർക്ക് ഇതിപ്പം യൂണിഫോം കൊടുക്കണം, ബുക്ക് കൊടുക്കണം, ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കണം. പൈസ എവിടുന്ന? എന്നിട്ട് ഇവിടെ ചെന്നിട്ട് പോറ്റിയെ കയറ്റിയെ അവന്റെ അമ്പാടെ തേക്കാക്കൊല ശരി നമ്മള് സഭ്യതയൊക്കെ മറികടക്കുന്നു. ഓക്കെ, ശരി. മുകുന്ദൻ എന്നോട് സംസാരിച്ചപ്പോൾ ചന്ദ്രൻ നായരുണ്ട്. ശ്രീ ചന്ദ്രൻ നായരിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് പുതിയ നിയമം കൊണ്ടുവരുന്നതിലൂടെ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ, പദ്ധതി നടപ്പിലാക്കുന്നതിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കഴിയും, പണം നേരിട്ട് ഗുണഭോക്താക്കളിൽ എത്തുമെന്ന് ഉറപ്പിക്കാനും കൂടുതൽ സുതാര്യമായ സംവിധാനം ഉറപ്പാക്കാനും കഴിയും എന്നാണ് എന്നോട് മെക് ടെക്നിക്കൽ പറയുന്നത്. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ BJP വിമർശനമൊന്നും ഇവിടുത്തെ ഭരണകക്ഷികളിൽ നിന്നും കേട്ടില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പിന്നിലായിരുന്നു, ജനം പണി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സദാനന്ദൻ എന്നോട് പറയുന്ന അവിടെ പാല് കാച്ചാൽ ഇവിടെ താലി കെട്ട് എന്ന പോലെ പേഴ്സണൽ കാര്യം പറയാൻ വീട്ടിലേക്ക് വിളിച്ചാൽ പോലെ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് സദാനന്ദൻ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെ സംസാരിക്കുകയല്ലേ ശ്രീ സദാനന്ദൻ. അപ്പോൾ ചില സൗഹൃദങ്ങളൊക്കെ അങ്ങനെ പങ്കുവെച്ച് പോകും. മാത്രമല്ല അതൊരു വലിയൊരു കഥയാണ്. കാരണം കഥയല്ല, അതൊരു ഇൻസ്പിറേഷൻ കൂടി മറ്റ് നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ കിട്ടിക്കോട്ടെ എന്ന് വരെ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ വീട് ഒരു മഴക്കാലത്ത് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു തിരുവനന്തപുരത്തൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം കടപുഴകി വീഴുകയാണ്. അത് അദ്ദേഹം ഭാഗ്യം കൊണ്ട് അദ്ദേഹം കുടുംബാംഗങ്ങളും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ സാമ്പത്തികമായ അതിനുള്ള വഴികൾ ആരാഞ്ഞു.
അപ്പോൾ അതൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു വസ്തുവൊക്കെ അവർ വിറ്റ് അവർ സ്വന്തമായൊരു വീട് വയ്ക്കുകയാണ്. അപ്പോൾ ആ സന്തോഷ വാർത്ത നമ്മുടെ പൊതുവേദിയിലെ ആളുകൾ കൂടി അറിയണ്ടേ? നമ്മൾ ഈ കാര്യങ്ങളിങ്ങനെ ഒരു മെഷീൻ പറയുന്നത് പോലെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയില്ലല്ലോ. ഞാനൊരു വിചാരങ്ങളൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ വീട് വയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിയായ സന്തോഷം തോന്നും. അത് ഒരു വീട് ഇല്ലാതിരുന്ന കാലഘട്ടമുള്ളവർക്കെല്ലാം അതിൻ്റെ വേദന മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിലെ കാര്യം. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ചന്ദ്രൻ നായർ കേൾക്കാമോ? അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേട്ടൻ പറയുന്നത് കറക്റ്റാണെന്ന് ബിജോയും പറയുന്നുണ്ട്. അപ്പോൾ ബിജോയ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊക്കെ കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയുകയാണ്, നമ്മുടെ ശശിധരൻ വയലാറാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഗൗതമിനെ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഗൗതമിനെ കാണാനില്ലാതായതല്ല, അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഫോൺ കിട്ടാതിരുന്നതാണ്. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ചർച്ചകളിൽ വന്ന് എനിക്ക് ഫോൺ കിട്ടുന്നില്ല എന്ന് എന്നോട് യൂട്യൂബിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന ആളുകളല്ല കേട്ടോ ഗൗതമൊക്കെ. അദ്ദേഹം ഒക്കെ കുറേ കൂടി ഒരു നിലപാടുള്ള പൊതുവേദി പ്രേക്ഷകൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വീട്ടിലിരുന്ന് എത്ര ലക്ഷം മുടിച്ചു ഇവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഓക്കെ, സുനിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമാണ്. ചന്ദ്രൻ നായർക്ക് എന്താ പറ്റിയെന്നറിയില്ല, ടെലിഫോണിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ഇടവേള കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് സുനിൽ കുമാർ എൻ്റെ പക്ഷം പിടിക്കുകയാണ് കേട്ടോ. സുനിൽ പലപ്പോഴും എനിക്ക് ചെറിയൊരു ഇഷ്ടമാണ്. സുനിൽ പലപ്പോഴും എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ശരിയാണ്, ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ കഥ അന്ന് നമ്മൾ കേട്ടതാണെന്നുള്ളത് അത് വൈകാരികമായൊരു കഥയായിരുന്നു. അതുകൊണ്ട് പൊതുവേദി പ്രേക്ഷകർ നമ്മളൊരു വൈകുന്നേരത്ത് ഒത്തുകൂടുന്ന ഒരു കുടുംബാംഗങ്ങളെ പോലെയാണല്ലോ പൊതുവേദി. പലപ്പോഴും വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളുള്ളവരാണ്. അതിൽ ഇടത് പക്ഷത്തിൻ്റെ കടുത്ത നിലപാടുള്ള ആളുകളുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, UDFകാരുണ്ട്, CPMകാരുണ്ട്, BJPക്കാരുണ്ട്, CPIക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിരുന്ന് ഒരു രാഷ്ട്രീയമായി തർക്കിക്കുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടമാണ്. അതുകൊണ്ടാണ് പൊതുവേദി ജനഹൃദയങ്ങളിൽ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു വിജയം. അപ്പോൾ ഗൗതമൻ പറയുന്ന ഗൗതം ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നതിനുള്ള മറുപടി പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് ഞാൻ ഒളിച്ചോടില്ല എന്നാണ് ഗൗതം പറയുന്നത്. അങ്ങനെ ഒളിച്ചോടുന്ന ആളല്ല, എനിക്കറിയാം. അപ്പോൾ 25 പ്രാവശ്യമെങ്കിലും ശ്രമിച്ചു, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് കിട്ടി, അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത് ഫോൺ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് ഗൗതം പറയുകയാണ്. അപ്പോൾ ഗൗതം പോകുന്ന ആളല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർ തമ്മിലൊക്കെ ഉള്ള ഒരു ചില സൗഹൃദ സംഭാഷണമായി കണ്ടാൽ മതി, അതിന് വൈകാരികമായി എടുക്കുകയൊന്നും വേണ്ട. ബൈജീവ് എന്നോടൊപ്പം ചേരുന്ന മലപ്പുറത്തു നിന്നാണ്. ബൈജീവ് മലപ്പുറത്ത് വളാഞ്ചേരിക്കാരനാണോ? അല്ല, അരീക്കോട്. അരീക്കോട്. അരീക്കോട് മുമ്പ് ഞാൻ ഈ പേര് ഓർക്കുന്നു, അതുകൊണ്ട് ചോദിച്ചത്. വിളിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അരീക്കോടാണ്. അരീക്കോട്. അധ്യാപകനാണെന്നാണോ എന്നോട് പറഞ്ഞത്? അല്ല. അതെ. അപ്പോൾ ഞാൻ നന്നായി ഓർക്കുന്നു. ഈ പേരിനൊരു സവിശേഷതയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം പൊതുവേ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുന്നു, പണം വർദ്ധിക്കുന്നു, കുറേ കൂടി മോണിറ്ററിംഗ് സംവിധാനങ്ങൾ വരുന്നു, AI ഫ്രോഡ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം വരുന്നു, പണം നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തുന്നു. അങ്ങനെ വലിയൊരു ബൃഹത്തായ മാറ്റം ആ പദ്ധതിയിലുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. പക്ഷേ പേര് നോക്കുമ്പോൾ പേരിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് മഹാത്മാഗാന്ധിജിയുടെ പേര് മാറ്റി VBG റാംജി എന്ന പേരാണ് വരുന്നത്. അപ്പോൾ ഈ റാം അതിൽ വരുന്നു, ഗാന്ധിജി പോകുന്നു. ഗാന്ധിജി പക്ഷേ രാമരാജ്യം വിഭാവനം ചെയ്തു എന്ന ഒരു ന്യായീകരണം BJP ഉയർത്തുകയും ചെയ്തു. ശ്രീ ബൈജീവ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അവര് ഗാന്ധിജിയുടെ പേര് മായ്ക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. ഗാന്ധിയൻ ആദർശങ്ങളിൽ കെട്ടിപ്പടുത്തതാണ് നമ്മുടെ ഭൂരിഭാഗം വികസന പദ്ധതികളും വിദ്യാഭ്യാസ പദ്ധതികളും എല്ലാം. ആ ആശയങ്ങളെ വെട്ടിമാറ്റുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. സാധാരണ നമ്മൾ തൊഴിലുറപ്പ് ദിനങ്ങൾ ഉറപ്പാക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് അജണ്ട. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 10% എന്നുള്ളിടത്ത് 40% സംസ്ഥാന സർക്കാരിന് എന്ന് പറയുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 23 ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള ഒരു സംസ്ഥാനമാണ്. അത് മാത്രമല്ല, ഗ്രാമീണ മേഖലയിലുള്ള അടിസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ തൊഴിലുറപ്പിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന് ഇത്രയും വലിയൊരു ബാധ്യത വരുന്ന സമയത്ത് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്താൻ ഒരുപക്ഷെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അല്ല, പക്ഷേ നേരത്തെ ഈ നികുതി ഡിവിഷൻ 90-10 അപ്പോൾ ആ 90-10 എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പം അത് 60-40 അപ്പോൾ 60-40 നിലയിൽ കാര്യങ്ങൾ പോകില്ലേ? സ്വാഭാവികമല്ലേ? അതാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാധ്യത വരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഡിജിറ്റലൈസേഷനൊക്കെ
നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വേറെയും ഉണ്ട്. അപ്പൊ തൊഴിൽ ദിനങ്ങൾ കൂട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ഇതൊരു പുതുമയുള്ള സംവിധാനമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. പ്രായോഗികമായിട്ട് ഇത് പലതരത്തിലുള്ള പ്രയാസങ്ങളും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും. നമ്മൾ ഇതിൽ വിവാദത്തിൽ ഗാന്ധിജിയുടെ പേര് മാത്രം ഓർത്തു വെക്കുമ്പോൾ ഈ വിവാദത്തിനിടയിൽ അവർ ഈ പദ്ധതി ഒളിഞ്ഞ് കടത്താനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷാജി എം പി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജി എം പി പറയുന്നത് തൊഴിലുറപ്പ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വർക്ക് ഷുവർ എന്നല്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അല്ലെ, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്നതാണ് നമ്മൾ തൊഴിൽ ഉറപ്പ്, അതൊരു ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുകയാണ്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അത് മോദി ഫൈൻ ചെയ്താൽ സവർക്കർ എന്നാവുന്നു, വർക്കർ എന്ന് വെച്ചപ്പോൾ സവർക്കർ ആക്കുമെന്ന്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഫലിതം പറയുകയാണ് കേട്ടോ. കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം വർക്കറിൻ്റെ കാര്യമാണല്ലോ, അപ്പോൾ സവർക്കറിൻ്റെ പേരിടാം എന്നാണ് പറയുന്നത്. ഓക്കെ, സുനിലിലെ ഉണ്ണികൃഷ്ണൻ്റെ വീട് തകർന്നത് ഞാനാണ് ആദ്യം മനുസാറിനെ അറിയിച്ചതെന്ന് ജയകുമാർ പറയുന്നു. ശരിയാണ്, എന്നോട് ജയകുമാർ ആദ്യം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, നമുക്കെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ശക്തമായി അതിജീവിക്കുമ്പോൾ അത് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പൊതുവേദിയിൽ പറയുകയും ചെയ്തത്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് ഒപ്പം വരികയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് വലിയ അവകാശവാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുകയാണ്. ഇതിനെ കുറേ കൂടി കാര്യക്ഷമമാക്കുകയാണ്. 2005 പാസ്സാക്കിയ ഒരു ബില്ലിൽ നിന്ന് നമുക്ക് 2 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പോവർട്ടി സ്ട്രക്ചർ തന്നെ മാറിയിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ പ്രയോറിറ്റികൾ മാറിയിരിക്കുന്നു, നമ്മുടെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റൂറൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, സ്റ്റോറേജ് ഫെസിലിറ്റി വർദ്ധിപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്ന, അതുപോലെ ഇപ്പോൾ കൃഷിനാശം ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന, പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പുതിയ പദ്ധതി വരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അവരെ വിശ്വസിക്കുമോ? നമസ്കാരം. നമസ്കാരം. അവരെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? നമ്മുടെ അനുഭവം എന്തൊക്കെയാ? ഈ ആശാ വർക്കർമാരെ എന്ന് വെച്ചതാ, അതിനുശേഷം ഒരു പൈസ കേന്ദ്രം കൂട്ടി കൊടുത്തോ ഇതുവരെയായിട്ട്? അല്ല, ചെറിയൊരു വർധന ഉണ്ടായില്ലേ ആശാ വർക്കർമാർക്ക്? എത്ര? എവിടുന്ന്? കേന്ദ്രം കൊടുത്തോ? കേന്ദ്ര സർക്കാർ കേരളമല്ലേ കൊടുത്തിട്ടുള്ളൂ? അല്ല, കേന്ദ്രം വർദ്ധിപ്പിച്ചില്ലേ? കേരളമല്ലേ കൊടുത്തിട്ടുള്ളൂ? ഇന്ത്യ മുഴുവൻ ആശാ വർക്കർമാരുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ ഇന്ത്യ മുഴുവൻ? അല്ലേ? അവസാനം ആശാ വർക്കർമാർ കേരള സർക്കാരിനെതിരെ സമരം തുടങ്ങി. ആശാ വർക്കർമാർ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും സമരം തുടങ്ങി. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ സമരം ചെയ്തു. യുപിയിൽ അവിടുത്തെ സർക്കാരിനെതിരെ സമരം ചെയ്തു. മനോഹർലാൽ ഖട്ടാർ ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തു. എല്ലാവരും ചെയ്തെന്നേ. ചെയ്തില്ലേ? ചെയ്തു. പദ്ധതി ആരുടെയാ? പദ്ധതി കേന്ദ്രത്തിന്റെ, സമരം സംസ്ഥാന സർക്കാരിനോട്. അപ്പൊ നൈസായിട്ട് ഇതിന് ഒരു പഞ്ചാര വാക്കൊക്കെ പറഞ്ഞ് മധുരത്തിൽ പൊതിഞ്ഞ് ഈ സാധനം സംസ്ഥാന സർക്കാരുകളുടെ തലയിലേക്ക് ഇടുന്ന ഒരു പരിപാടിയാണിത്. ഗാന്ധിജിയുടെ പേരൊക്കെ മാറ്റിയത് വേറെ കാര്യം. കാരണം ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അലർജിയാണ്. ഗാന്ധിജി അവർക്കുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു മിനിറ്റ്. അപ്പൊ ഈ പക്ഷേ ഈ ഇപ്പൊ ഈ ഗാന്ധിജിയുടെ പ്രതിമ താർക്കുന്നത് കേരളത്തിൽ വ്യാപകമായി വരികയാണ് കേട്ടോ. അതിൽ പലപ്പോഴും നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതാണ് ഞാൻ ഒരു ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്, ഗാന്ധി പ്രതിമകൾ താർക്കുന്നതിൽ. ഗാന്ധി പ്രതിമ തകർക്കുന്നത് അതൊക്കെ വേറെ വിഷയം. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവാതെ അതിനുവേണ്ടി വേറൊരു ചർച്ച വെക്കപ്പോ പറയാം. ശരി. ഈ നെഹ്റുവിന്റെ പേരുണ്ടായിരുന്നത് അതെല്ലാം വെട്ടിയില്ലേ? ഇപ്പൊ ഗാന്ധിജിയാണ് പ്രശ്നം. അപ്പൊ എവിടെയൊക്കെ ഇന്ദിരാഗാന്ധി ഉണ്ടോ, നെഹ്റു ഉണ്ടോ, ഗാന്ധിജി ഉണ്ടോ, അതൊക്കെ വെട്ടും. പക്ഷെ അതിന്റെ കൂടെ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ എത്രയോ പദ്ധതി നടത്തുന്നു. അതൊന്നും ഇവിടെ നെഹ്റുവിന് പേരിടുന്നുണ്ടോ, ഇന്ദിരാഗാന്ധിയുടെ പേര്? അവരുടെ സർക്കാർ താല്പര്യമുള്ളവരുടെ പേരിടുന്നു, അത് താല്പര്യമുള്ള പോലെ പറയുന്ന കേൾക്കൂ. ഉള്ള പേര് അവിടെ ഇരിക്കട്ടെന്നേ. നിങ്ങൾ പുതിയ നിങ്ങളുടേതായിട്ടുണ്ടാക്കി നിങ്ങളൊരു പേരിട്. സവർക്കർന്നോ ഹെഡ്ഗേവാർന്നോ എന്തൊക്കെ പേരിട്ടോ, നിങ്ങൾ കിട്ടോ. ആർക്ക് വിരോധം? ചരിത്രത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ. താജ്മഹലിന്റെ പേര് മാറ്റാൻ പറ്റുമോ? അതൊക്കെ അവിടെ ഇരിക്കണം. ഏത് സർക്കാരായാലും, കേരളത്തിലെ സർക്കാരായാലും, CPM ഭരിക്കുന്ന സർക്കാരായാലും, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായാലും എന്റെ അഭിപ്രായം അതാ. പക്ഷെ ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഏതാണ്ട് 25,000 കോടിയാ വെട്ടി കുറച്ചിരിക്കുന്നത്. 25,000 കോടി. അത് നൈസായിട്ട് തടി ഉരിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നവര്. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഇത് ഈ ഡിവിഷൻ 90-10 എന്നുള്ളത് 60-40 ആയി. അത് നികുതി സ്ട്രക്ചറിലും അങ്ങനെയുള്ള ഒരു ഇത് വന്നല്ലോ, അതല്ലേ അതിലെ കാര്യം?
ഞാൻ എന്തിനാണ് ഈ സെക്കൻഡ് ഹാഫിൽ വിളിക്കുന്നത് അറിയാവോ? അപ്പോഴേക്ക് അവതാരകന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിയുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് ഹാഫിൽ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. ഇതുവരെ പറഞ്ഞ കാര്യമല്ല, അങ്ങ് പിന്നെ അതിന് മറുപടിയാണ് എന്നോട് പറയേണ്ടത്. അങ്ങനെ സ്ട്രക്ചർ ഉണ്ടായിട്ടില്ല. ഞാൻ മറുപടിയാണ് പറയുന്നത്. ഇനിയിപ്പോ പറയുന്നത് 40% കേരളം കൊടുക്കണം, 60% അവർ കൊടുക്കും. അത് തിരിഞ്ഞു വന്ന് അത് 60% കേരളം, 40% കേന്ദ്രമാകും. എന്നിട്ട് ആശാ വർക്കർമാരെ പോലെ ഇത് കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് സമരം തുടങ്ങും വർക്കർമാര്. അന്നേരം മാധ്യമങ്ങളൊക്കെ സംസ്ഥാന സർക്കാരുകളുടെ മെക്കിട്ട് കയറും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ തൊഴിലാളി വിരുദ്ധതയാണ് ഈ കാണിക്കുന്നത്. തൊഴിൽ നിയമങ്ങൾ മാറ്റി അറിഞ്ഞില്ലേ? തൊഴിൽ നിയമങ്ങളൊക്കെ മാറ്റിയല്ലോ. ആർക്ക് അനുകൂലമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അനുകൂലമായിട്ട് കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾക്ക് പോലെ തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള, ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ കൂടെ അവര് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നാശം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പരിപാടി. അവർക്ക് അവരുടെ ലക്ഷ്യം, അവർ കോർപ്പറേറ്റുകളെ വേണ്ടി സഹായിക്കുന്ന ഒരു മുഴുവൻ കംപ്ലീറ്റ് വലതുപക്ഷ സർക്കാർ ഭരിക്കുന്നതിന്റെ ഒരു ദോഷമാണിത്. ഈ സർക്കാർ മാറാതെ ഒന്നും മാറത്തില്ല. അതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? ഇതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ദേശീയ സർക്കാർ മാറിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അതിനുള്ള സാധ്യത ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കാണുന്നുണ്ടോ അടുത്തെങ്ങാനും? അയ്യോ, സർക്കാരുകൾ ലോകം മുഴുവൻ മാറുകയല്ലേ? ഒരിക്കലും ഇത് മാറും. ഇതെന്നാ സ്ഥായിയായിട്ട് നിൽക്കുന്നതാണോ? അതിന് സമയം വരുമ്പോ അത് മാറും. ആൾക്കാർക്ക് ബോധം വെച്ച് വരണമെന്നേ ഉള്ളൂ. ബോധം വെച്ച് വരുമ്പോ അത് മാറിക്കോളും. ശരി, ഓക്കെ. അപ്പൊ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം മാത്രമാണോ കോൺഗ്രസിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, അതോ അതിനപ്പുറത്തേക്ക് ഈ പദ്ധതി തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴപ്പുണ്ടോ? അല്ല, പദ്ധതി നമസ്കാരം. നമസ്കാരം. പദ്ധതി തന്നെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും കേന്ദ്ര ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഒരു പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പദ്ധതി ഫസ്റ്റിലെ പറഞ്ഞ് പേര് മാറ്റാൻ പോകുന്നു. ഇനി കണ്ടുവച്ചിരിക്കുന്നത് മനു പറഞ്ഞ എന്തോ റാമ, ഞാൻ വിചാരിച്ചു ചിലപ്പോ ഗോഡ്സയുടെ പേര് വല്ലവും ഇടുവോ എന്നൊരു സംശയം. അപ്പോ വേറെന്തോ ഒരു റാമ എന്നൊക്കെ പറയുന്നു. അപ്പോ ഈ പേര് വല്ലവരും ഉണ്ടാക്കിയ കൊച്ചിന് എടുത്തുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ഇട്ടല്ല. ഇത് ഞങ്ങള് UPA 2005 ബഹുമാന്യനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്നൊരു സാധനമാണ്. ഇത് അവരേതെങ്കിലും ഒരു പ്രോജക്റ്റ്, എനിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ അവരേതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്ന് അവരേത് പേരോ ഇട്ട് നമുക്കൊരു കുഴപ്പവുമില്ല. ഇത് രാഷ്ട്രപിതാവിന്റെ പേരിട്ടുകൊണ്ട് ഇത്ര 25 കോടി ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകളിലോട്ട് തലയിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് അവരുദ്ദേശിക്കുന്നത് NDA ഭരിക്കാത്ത സംസ്ഥാനങ്ങളില് ഉറപ്പായിട്ടും നമ്മളുടെ പോലുള്ള സംസ്ഥാനങ്ങളിൽ അത് ആരോ ഭരിച്ചോട്ടെ വളരെ ടൈറ്റ് ആവും സാമ്പത്തികപരമായിട്ട്. അപ്പൊ നമുക്ക് ഈ 125 ദിവസം ജോലി കൊടുക്കുവാൻ പറ്റില്ല. അവര് പറയുന്നത് ഇപ്പൊ 100 ദിവസം കൃത്യമായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നതനുസരിച്ച് 125 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ജനം എതിരാവും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വേറെ ആരുടെയോ ഒരു ബുദ്ധി ഇതിൽ പ്രയോഗിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ പറയാം, ഞങ്ങൾ UPA കൊണ്ടുവന്ന ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണ്. രാഷ്ട്രപിതാവിന്റെ പേരിട്ടതും ജനനന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ വീണ്ടും എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, അവർ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്ന് അവരത് വിജയിപ്പിച്ച് ജനങ്ങളിൽ എത്തിച്ച് കാണിക്കട്ടെ. സ്വന്തമായി അവരുടെ ഒരു പദ്ധതിയും ഇല്ല. അതുകൊണ്ട് പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ആവർത്തിച്ച് ആളുകൾ പറയുന്നതും ഇത് തന്നെയാണ്, ഈ 60-40 എന്നാണ്. പക്ഷേ ഇത് ഈ 15ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ഒരു നടപടി അനുസരിച്ച് നേരത്തേത് 90-10 എന്നുള്ളതായിരുന്നത് ഇപ്പോൾ 41% നികുതി സംസ്ഥാന സർക്കാരിനും 59% കേന്ദ്ര സർക്കാരിനുമാണ് ഇപ്പോൾ ഡിവിഷൻ നടക്കുന്നത്. നേരത്തെ അത് 90-10 ആയിരുന്നു. ഇപ്പോൾ അത് കുറേ കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അനുകൂലമായി പണം കൊടുക്കുന്നു. അപ്പോൾ ആ പദ്ധതി വിഹിതവും അതുപോലെ പുനഃക്രമീകരിക്കണ്ടേ? അതൊരു ചോദ്യമല്ലേ? അല്ല മനു, അത് വർക്കൗട്ട് ആവത്തില്ല മനു. അത് വർക്കൗട്ട് ആവത്തില്ല. അത് സാമ്പത്തിക ശാസ്ത്രജ്ഞര് പറയുന്നത് കേൾക്കാം. അത് വർക്കൗട്ട് ആവത്തില്ല. പക്ഷെ ഇത് BJP ചെയ്യുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞു തരാം മനു, ഇതിലൊരു ദുഷ്ടലോക്കുണ്ട്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനം, ഇപ്പൊ നമുക്കറിയാം ബീഹാറിന് എത്രയാ 4 ലക്ഷം കോടിയാ അങ്ങനെ അങ്ങോട്ട് അലോട്ട് ചെയ്ത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പേര് പറഞ്ഞ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
പക്ഷെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകുവാൻ പറ്റില്ല. അത് ജനദ്രോഹപരമായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ജനമെതിരാവും. BJP ഭരിക്കുന്നിടത്ത് ഇത് പറ്റും കേട്ടാ. ഹലോ മനു, BJP ഭരിക്കുന്നിടത്ത് പറ്റും. അവർക്ക് സാമ്പത്തികം ഏത് രീതിയിൽ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റും. പക്ഷെ ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ BJP ഭരിക്കാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾ ഈ 125 ദിവസം പ്രഖ്യാപിക്കുകയും 40% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറയുമ്പോഴും അത് ചെയ്യാൻ പറ്റത്തില്ല. അത് പൊക്കാൻ പറ്റാത്ത ഒരു ഭാരമാണെന്ന് എല്ലാ സംസ്ഥാന ഗവൺമെന്റിനെയും ഞാൻ ഈ കേരള സംസ്ഥാനം, നമ്മളെ സംസ്ഥാനമാണെങ്കിൽ പോലും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അതിൽ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ശരി, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ ഏതായാലും വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. കൃത്യമാണ്. അപ്പോൾ രാജൻ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഓക്കെ. അപ്പോൾ രാജൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഏതായാലും പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഇപ്പോൾ ഗാന്ധിജിയുടെ പേരൊഴിവാക്കി അതുപോലെ UPR സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനൊക്കെയുള്ള നയം നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് ഉണ്ടായത്. അപ്പോൾ പാർലമെൻറ്റിൽ ആ ഒരു പ്രക്ഷുബ്ധമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിലും ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ച ഒരു പ്രധാന ചോദ്യം ഗാന്ധിജിയെ ഒഴിവാക്കിയത് ശരിയായോ എന്നാണ്. അപ്പോൾ 33% ആളുകൾ പേരിൽ എന്തിരിക്കുന്നു എന്ന നിലപാടാണ്. പദ്ധതി കുറേ കൂടി കാര്യക്ഷമമാകണം എന്ന നിലപാടാണ് എടുത്തത്. അതേസമയം 77% ആളുകൾ ഈ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് തന്നെ നൽകണം എന്ന നിലപാട് ഉള്ളവരാണ്. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഒക്കെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിലും നിർണായകമായ പങ്കുവഹിച്ച പദ്ധതിയാണ്. പ്രളയങ്ങളും മഹാമാരികളും വന്നപ്പോൾ അതിൻ്റെയൊക്കെ ആ ഘട്ടങ്ങളിൽ ഗ്രാമീണ ജനതയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു സുരക്ഷാ കവചമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. പേരിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൽ ആ പദ്ധതി പ്രതിസന്ധിയിൽ ആയിക്കൂടാ. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.